നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് പഴമയുടെ തനിമയിൽ നല്ല മുത്തശ്ശി രുചിക്കൂട്ടിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയാലോ. ഇത് എൻ്റെ അമ്മച്ചിയുടെ ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ചട്ടിയിലേക്ക് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ നമ്മളുടെ വയണയില. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയും കുറച്ചേറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എപ്പോഴും ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു ചെറിയ മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 മുറി സവാളയും ഒരു തക്കാളി, അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. ഇതെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ തന്നെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ അങ്ങനെ ഉലുവാപ്പൊടി ചേർത്ത് കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് ഉലുവാപ്പൊടി ഒരു 1/4 സ്പൂണോളം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് പൊടികളുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്ന പാകം എത്തുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾ ഉലുവാപ്പൊടിയൊന്നും ചേർത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 സ്പൂണോ അല്ലെങ്കിൽ അതിലൊരു ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് ഉപ്പും തൈരും ചേർത്ത് നന്നായിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 30 മിനിറ്റ്സ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ 30 മിനിറ്റ്സ് മാറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ചിക്കൻ ഉണ്ടല്ലോ. ഒരുപാട് മാറിനേഷനൊന്നുമില്ല, തൈരിൽ നന്നായിട്ട് മാറിനേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈരിൽ എന്തിനാണ് ഈ ചിക്കൻ ഇങ്ങനെ മാറിനേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ചിലപ്പോഴൊക്കെ കിട്ടുന്ന ചിക്കൻ അല്പം മൂത്ത ചിക്കൻ ആണെങ്കിൽ നമുക്ക് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സാധാരണ പാത്രത്തിനകത്തൊക്കെ ഇട്ട് വേവിച്ച് വരുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് ഇത്തിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മളുടെ ചിക്കൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാവേ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും സ്ലോ കുക്ക് ചെയ്യുന്ന നോൺ വെജിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അസാധ്യ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക്